നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. 1651 തോമസ് ഹോബ്സ് എഴുതിയ വിപ്ലവകരമായ ലെവിയാഥൻ. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. വെറുതെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പക്ഷേ അതേസമയം പൂർണ്ണമായ അരാജകത്വവും. ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ഹോബ്സിന്റെ മുഴുവൻ ഫിലോസഫിയും തുടങ്ങുന്നത്. ഹോബ്സ് ജീവിച്ചത് അത്ര നല്ലൊരു കാലത്തായിരുന്നില്ല. രാജാവും പാർലമെന്റും തമ്മിലുള്ള യുദ്ധം കാരണം രാജ്യം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നു. മനുഷ്യന്റെ ഏറ്റവും മോശം മുഖം അദ്ദേഹം നേരിട്ട് കണ്ടു. ആ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഈ നിയമങ്ങളൊന്നുമില്ലാത്ത ലോകം ശരിക്കും എങ്ങനെയായിരിക്കും? ഹോബ്സ് ഇതിനൊരു പേരും നൽകിയിട്ടുണ്ട്. ഇത് പണ്ട് അങ്ങനെയൊരു കാലമുണ്ടായിരുന്നെന്നല്ല, ഇതൊരു ചിന്താപരീക്ഷണമാണ്. അതായത്, ഇന്ന് നമ്മുടെ കയ്യിലുള്ള നിയമങ്ങളും പോലീസും കോടതിയുമെല്ലാം അങ്ങ് എടുത്തുമാറ്റിയാൽ എന്തു സംഭവിക്കും? ഹോബ്സ് പറയുന്നത് നമ്മൾ നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പക്ഷേ എന്താണ് ഈ പറയുന്ന യഥാർത്ഥ സ്വഭാവം? ഇവിടെയാണ് ഹോബ്സിന്റെ വിശകലനം കുറച്ചുകൂടി ഡാർക്കാകുന്നത്. ഹോബ്സിന്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാം അടിസ്ഥാനപരമായി സ്വാർത്ഥരാണ്. നമ്മുടെ കാര്യമാണ് നമുക്ക് വലുത്. വിഭവങ്ങളാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായി മത്സരിച്ചുകൊണ്ടിരിക്കും. പോരാത്തതിന് എല്ലാവർക്കും പരസ്പരം ഉപദ്രവിക്കാനും കൊല്ലാനും കഴിവുണ്ട്. അതുകൊണ്ട് ആരും സുരക്ഷിതരല്ല. ഇതെപ്പോഴും മറ്റുള്ളവരെ പേടിച്ചുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കും. ഇതൊരു യഥാർത്ഥ യുദ്ധം തന്നെ ആവണമെന്നില്ല, പക്ഷേ എപ്പോഴും ഒരു യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഒരുമിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു പുരോഗതിയും ഉണ്ടാവില്ല. സുരക്ഷയില്ലാത്തൊരു ഭയാനകമായ ലോകം. ഈയൊരു വാചകത്തിൽ ഹോബ്സ് ആ ഭീകരമായ അവസ്ഥയെ മുഴുവനായി പിടിച്ചെടുക്കുന്നുണ്ട്. നിയമങ്ങളില്ലാത്ത ലോകത്ത് കലയോ സംസ്കാരമോ സമൂഹമോ ഒന്നുമുണ്ടാവില്ല. അതിജീവനം മാത്രം, അതും വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രം. അപ്പോ ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇവിടെയാണ് ഹോബ്സിന്റെ വിപ്ലവകരമായ പരിഹാരം വരുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ: നമ്മുടെയെല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളെ ഭരിക്കാനും നിയമങ്ങൾ നടപ്പിലാക്കാനും ഒരു അധികാര കേന്ദ്രത്തെ ഉണ്ടാക്കാൻ സമ്മതിക്കുക. ഇതിനെയാണ് സാമൂഹിക ഉടമ്പടി എന്ന് പറയുന്നത്. നോക്കൂ, ഇതൊരു വലിയ തിരഞ്ഞെടുപ്പാണ്. ഒരു വശത്ത് നിങ്ങൾക്കെന്തും ചെയ്യാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, പക്ഷേ ഓരോ നിമിഷവും മരണത്തെ പേടിച്ചു ജീവിക്കണം. മറുവശത്ത് ക്രമവും സുരക്ഷയും, പക്ഷെ അതിനായി നിങ്ങളുടെ കുറേയധികം സ്വാതന്ത്ര്യങ്ങൾ ഒരു അധികാരത്തിന് മുന്നിൽ അടിയറവ് വെക്കണം. ഹോബ്സ് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: ഇതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഈ സാമൂഹിക ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന ഈ അതിശക്തമായ ഭരണകൂടത്തെയാണ് ഹോബ്സ് ലെവിയാഥൻ എന്ന് വിളിക്കുന്നത്. ബൈബിളിലൊക്കെയുള്ള ഒരു ഭീകരനായ കടൽജീവിയുടെ പേരാണത്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഈ ഭരണകൂടം എത്രത്തോളം ശക്തമായിരിക്കണമെന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു കൃത്രിമ ദൈവം. പക്ഷേ ഈ സുരക്ഷയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? ഈ ലെവിയാഥാൻ എത്രത്തോളം അധികാരമുണ്ട്? ഹോബ്സിന്റെ അഭിപ്രായത്തിൽ ഈ അധികാരം സമ്പൂർണ്ണമായിരിക്കണം. ഒരു വിട്ടുവീഴ്ചയുമില്ല. പരമാധികാരിക്ക് നിയമങ്ങളുണ്ടാക്കാനും അത് നടപ്പിലാക്കാനും, എന്തിനെ മതപരമായ കാര്യങ്ങളിൽ പോലും ഇടപെടാനും അധികാരം വേണം. കാരണം അധികാരത്തിൽ ചെറിയൊരു വിള്ളൽ വന്നാൽ മതി, ആളുകൾ വീണ്ടും ആ പഴയ മൃഗീയമായ അവസ്ഥയിലേക്ക് തിരിച്ചുപോകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളെല്ലാവരും കൂടി ഒരു കരാറുണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആരെങ്കിലും അത് ലംഘിച്ചാൽ അവരെ ശിക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തി വേണം. ആ വാളിന്റെ ഭയമാണ് എല്ലാവരെയും നിയമമനുസരിപ്പിക്കുന്നത്, അല്ലാതെ വെറും വാക്കുകളല്ല. നമ്മൾ സാധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെയൊക്കെ ഹോബ്സ് ഇവിടെ തലകീഴായി നിർത്തുകയാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം, മറിച്ച് മറ്റൊരാൾ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പാണ്, ആ സുരക്ഷയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് നൽകാൻ ശക്തമായ നിയമങ്ങൾക്കേ കഴിയൂ. 370 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ എന്തിനാണ് ഹോബ്സിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ഇന്നത്തെ പ്രസക്തി? ഹോബ്സിന്റെ ആശയങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇത് സ്വേച്ഛാധിപത്യത്തെ ന്യായീകരിക്കുന്നു, മനുഷ്യന്റെ നന്മയെ കാണുന്നില്ല എന്നൊക്കെ പലരും വാദിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ആധുനിക രാഷ്ട്രീയ ചിന്തയുടെ അടിത്തറ പാകിയവരിൽ പ്രധാനിയാണ് ഹോബ്സ്. സാമൂഹിക ഉടമ്പടി എന്ന ആശയം, രാഷ്ട്രീയ യാഥാർത്ഥ്യബോധം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളാണ്. ഇതാണ് ഹോബ്സ് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം. ഭരണാധികാരികൾക്ക് അധികാരം കിട്ടുന്നത് ദൈവം കൊടുത്തിട്ടല്ല, മറിച്ച് ജനങ്ങൾ അവരുടെ സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടി അതവർക്ക് നൽകുന്നതാണ്. ഭരണകൂടം മനുഷ്യനുണ്ടാക്കിയ ഒന്നാണ്. അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്: സമാധാനം ഉറപ്പാക്കുക. ഹോബ്സ് അന്ന് ചോദിച്ച ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ്. ഭീകരവാദത്തെ നേരിടാനോ ഒരു മഹാമാരിയെ തടയാനോ നമ്മുടെ എത്രത്തോളം സ്വാതന്ത്ര്യം സർക്കാരിന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണ്?
സുരക്ഷയ്ക്കായി നമ്മൾ കൊടുക്കുന്ന വിലയെന്താണ്? ഈ ചോദ്യം ഹോബ്സ് നമ്മളോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. അതിന്റെ ഉത്തരം ഇന്നും നാം ഓരോരുത്തരും തേടിക്കൊണ്ടിരിക്കുന്നു.